നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അച്ഛാ, വെള്ളം ചായ വേണ്ടല്ലോ. വേണ്ട മോളെ. അച്ഛാ, അച്ഛൻ ഇന്ദ്രേട്ടനെ വല്ലതും പറഞ്ഞ് കുറ്റപ്പെടുത്തിയോ? ഞാൻ കാരണമാ അമ്മ അച്ഛനോട് വയലന്റ് ആയത്. ഇന്ദ്രേട്ടന് അതിലൊരു പങ്കോ ഇല്ലച്ചാ. അതിന് ഞാൻ അതേക്കുറിച്ച് ഇന്ദ്രനോടൊന്നും പറഞ്ഞില്ലല്ലോ മോളെ. ഞങ്ങൾ വേറൊരു കാര്യമാണ് സംസാരിച്ചത്. എന്നെ കണ്ട അച്ഛൻ എന്നെ കുറ്റപ്പെടുത്തി പോലെ തോന്നുവാനോ? എനിക്ക് തോന്നിയതാവും. അച്ഛാ, വേറെന്ത് കാര്യം അച്ഛനും ഇന്ദ്രേട്ടനും സംസാരിച്ചേ? ഈ പ്രതിസന്ധിയെ എങ്ങനെ മറികടക്കണമെന്നുള്ള കാര്യം തന്നെ. സുശീലയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവണ്ടേ മോളെ? അച്ഛാ, വേണം. അമ്മയെ അവഗണിക്കണമെന്നോ തരം താഴ്ത്തണമെന്നൊന്നും ഞങ്ങൾക്കാർക്കും അഭിപ്രായമില്ല. എന്നാ അമ്മയ്ക്ക് പൂർണ്ണമായ അധികാരവും സ്വാതന്ത്ര്യവും അനുവദിച്ചു കൊടുത്താ അമ്മ വീണ്ടും പഴയതുപോലെ ഞങ്ങളെയൊക്കെ അടിച്ചമർത്താൻ നോക്കുകയും ചെയ്യും. അച്ഛാ, രണ്ടിനെ ഇടയിൽ ഒരു സമവായത്തോടെ മുന്നോട്ട് പോവാൻ അമ്മ തയ്യാറായ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. സുശീലയിൽ നിന്നും അങ്ങനെ ഒരു മാറ്റം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണ്ടാനു. അവള് പിടിക്കുന്ന മുയലിൽ നിന്നും 3 കൊമ്പ് തന്നെയായിരിക്കും. ഒന്നുകിൽ അതിനു മുമ്പിൽ നമ്മൾ കണ്ണടച്ച് നമ്മുടെ കാര്യം മാത്രം നോക്കി ജീവിക്കണം. അതല്ലെങ്കിൽ ഒന്നും കാണാനും കേൾക്കാനും നിൽക്കാതെ സുശീലയെ ഇവിടെ തന്നെ വിട്ടിട്ട് നമ്മൾ നമ്മുടെ പാട് നോക്കി എങ്ങോട്ടെങ്കിലും പോകണം. എന്നെ നോക്കണ്ട, അച്ഛൻ്റെ അഭിപ്രായ അച്ഛൻ പറയുന്നത്. അതേ മോളെ, ജീവിതം ഒന്നേ ഉള്ളൂ. അതും ഒരുപാട് കാലമൊന്നുമില്ല. അതുകൊണ്ട് ഉള്ള സമയം മത്സരിച്ചും വാശി കാണിച്ചും സമയം കളയാതെ സന്തോഷമായിട്ട് പോവാൻ നോക്കണം. അതിന് എന്താണ് വേണ്ടതെന്ന് ആലോചിക്കണം. നീയും ഇന്ദ്രനും വിച്ചുമോനും അടങ്ങുന്നൊരു കുടുംബം ഉണ്ടായി കാണണമെന്ന് അച്ഛൻ ആഗ്രഹമുണ്ട്. ആ കുടുംബത്തിൽ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവുമെന്ന് അച്ഛൻ ഉറപ്പുണ്ട്. ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞുട്ടോ. ഇനിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഞാനിന്ന് പഞ്ചരത്നത്തിലേക്ക് തിരിച്ചു പോകും. അതിനു മുമ്പ് നിങ്ങളേക്കൊന്ന് കാണണമെന്ന് കരുതി ഞാൻ ഇങ്ങോട്ട് വന്നത്. അച്ഛൻ ഞങ്ങളുടെ കാര്യം ഓർത്ത് വിഷമിക്കണ്ട. ഞങ്ങൾ എങ്ങനെയെങ്കിലും ഇവിടെ പിടിച്ചേക്കാൻ പറ്റുമോ നോക്കട്ടെ അച്ഛാ. ഒന്നല്ലെങ്കിലും ഇത് ഇന്ദ്രേട്ടൻ ഉണ്ടാക്കിയ വീടല്ലേ. ഇവിടുന്ന് മാറി താമസിക്കാന്നൊക്കെ ഇപ്പൊ ഇന്ദ്രേട്ടന് തോന്നുമെങ്കിലും ഇവിടുന്ന് പോകുന്നത് ഇന്ദ്രേട്ടന്റെ ശരീരം മാത്രമായിരിക്കും. മനസ്സിവിടെ തന്നെ കാണും. ശരിയല്ലേ ഇന്ദ്രേട്ട? ഇനിയിപ്പൊ അല്ലെന്ന് ഇന്ദ്രേട്ടൻ പറഞ്ഞാലും എനിക്കറിയാം ഈ മനസ്സ്. ഇന്ദ്രേട്ടന് ഒരിക്കലും ഈ വീട് വിട്ടു പോകാൻ കഴിയില്ല. നമുക്ക് പിടിച്ചു നിൽക്കാൻ പരമാവധി ശ്രമിച്ചു നോക്കാം. ഒരു രക്ഷയില്ലെങ്കിൽ ഇവിടുന്ന് ഇറങ്ങി പോവുകയും ചെയ്യാം. അതുപോലെ ശരി. ശരിയെന്ന്. ഇനി യാത്രയില്ല, ഞാൻ അങ്ങോട്ട് ഇറങ്ങാം. ശരി അച്ഛാ. ഓടോ, മുത്തശ്ശനൊന്നും കൊണ്ടുവന്നിട്ടില്ല. ഇനി വരുമ്പോ മിഠായി കൊണ്ടുവരാം കേട്ടോ. ബൈ ബൈ. അപ്പൊ പിന്നെ ടാറ്റ കൊടുത്ത് ഉമ്മ കൊടുത്തേ. ബൈ. പോട്ടെ മക്കളെ. ശരി അച്ഛാ.